തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം മാറ്റിവെക്കണമെന്ന ആവശ്യത്തോട് മുഖം തിരിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പും SIR നടപടികളും സമാന്തരമായി നടക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി നിയമ വഴി സ്വീകരിക്കാനൊരുങ്ങുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ BJP ഒഴികെ മറ്റു പ്രതിനിധികളെല്ലാം SIR നടപടികൾ മാറ്റിവെക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഇതിനിടെ 2025 വോട്ടർ പട്ടികയിലുള്ള 2.78 കോടി പേർക്ക് വിതരണം ചെയ്യാനുള്ള എന്യൂമറേഷൻ ഫോമുകൾ അച്ചടി ആരംഭിച്ചിരിക്കുകയാണ്. ഇവ നവംബർ 4 മുതൽ BLOമാർ വീടുകളിലെത്തി വിതരണം നടത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ വ്യക്തമാക്കി. ഡിസംബർ 4 വരെയാണ് ഫോം വിതരണവും തിരികെ വാങ്ങലും. ഈ സമയത്ത് മറ്റ് സൂക്ഷ്മ പരിശോധനകളൊന്നും ഉണ്ടാകില്ല. എന്യൂമറേഷൻ ഫോം നൽകിയ എല്ലാവരെയും കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. പിന്നീടാണ് ആക്ഷേപങ്ങൾ സ്വീകരിക്കലും തുടർ പരിശോധനയും. 12 രേഖകളുടെ കൂട്ടത്തിൽ റേഷൻ കാർഡ് തിരിച്ചറിയൽ രേഖയായി ഉൾപ്പെടുത്തണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടെങ്കിലും പരിഗണിച്ചില്ല. റേഷൻ കാർഡ് കേന്ദ്രം നിഷ്കർഷിച്ചിട്ടില്ലെന്നാണ് വിശദീകരണം. പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തീയതി മാറ്റാനാകില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശവും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇനി ചർച്ചകൾക്കിടയില്ലെന്ന കമ്മീഷൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടികൾ നിയമവഴികൾ സഞ്ചരിക്കാൻ ആലോചിക്കുന്നത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം തിടുക്കപ്പെട്ട് നടപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ചർച്ച ചെയ്യാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. നവംബർ 5 സർവകക്ഷി യോഗം ചേരാനാണ് ധാരണ. SIR നടപ്പാക്കാനുള്ള നീക്കത്തെ കോൺഗ്രസ് ശക്തമായി എതിർക്കുമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. SIR ജനാധിപത്യ വിരുദ്ധമാണ്, തെരഞ്ഞെടുപ്പിനെ ചതിക്കാനാണ് ഇത്തരം ഒരു നീക്കം, അതിനെ ശക്തമായി നേരിടുമെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട്. സംശയാസ്പദ വോട്ടർ എന്ന ഒരു പ്രത്യേക വിഭാഗം വോട്ടർമാർ തന്നെ പൗരത്വ തർക്കത്തെ തുടർന്ന് അസമിൽ കണ്ടു. പട്ടികയിൽ പേരുണ്ടെങ്കിലും വോട്ടവകാശം ഇല്ലാത്തവരായി അവർ മാറി. സംശയാസ്പദ വോട്ടർമാർക്കെല്ലാം തങ്ങളുടെ പൗരത്വം തെളിയിക്കേണ്ട ബാധ്യത വന്നു ചേരുകയാണ്. സംശയാസ്പദ വോട്ടർ എന്നത് കേരളത്തിലും വരാൻ പോകുന്നു. ചുരുക്കത്തിൽ വോട്ടവകാശമല്ല, എല്ലാവരുടെയും പൗരത്വമാണ് SIRലൂടെ സ്ഥാപിക്കപ്പെടുന്നത്. സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ കുടപിടിക്കുകയാണ്.